അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജെക്ക് എങ്ങനെ ആ വീടിൻ്റെ ചുറ്റുപാടെല്ലാം നോക്കുകയാണ് കേട്ടോ. അതേസമയം പാപ്പച്ചൻ താക്കോല് വാങ്ങിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ പാപ്പച്ചൻ താക്കോല് വാങ്ങി വന്നത്, ഇത്ര പെട്ടെന്ന് നീ വന്നോ, ഇവിടെ അടുത്താണോ വീട് എന്ന് ചോദിക്കും. അതെ, ഇവിടെ അടുത്ത് തന്നെയാണ്. നിനക്ക് ചോദിച്ചതും താക്കോല് തന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നെ ഇവിടെ എല്ലാവർക്കും അറിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് എല്ലാവരെയും അറിയാം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ജെക്കിയുടെ കയ്യിൽ താക്കോല് കൊടുത്ത് തുറക്കുകയാണ് കേട്ടോ. വീട് തുറക്കണം. താൻ എന്നെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ പറഞ്ഞില്ല, സുമേഷ് പ്രത്യേകം പറഞ്ഞിരുന്നു സാറേക്കുറിച്ചൊന്നും പറയരുത് എന്ന്, സാറൊരു ബിസിനസ്സുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പാപ്പച്ചൻ റൂമെല്ലാം തുറന്ന് ഓരോന്നും കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓരോ സൈഡും കാണിച്ചു കൊടുക്കണം കേട്ടോ. പിന്നീട് വീടിൻ്റെ അകം മുഴുവൻ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം സാറേ ഇതാ അടുക്കള എന്നിങ്ങനെ പറയുമ്പോൾ JK പറയണേ, എനിക്കെന്തിനാടോ അടുക്കള, ആരുമില്ലാത്ത എനിക്ക് എന്തിനാ അടുക്കള പറയുമ്പോൾ, അപ്പോൾ സാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, സാർക്ക് ഇനിയും ഒരു കല്യാണം കഴിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ JK ചോദിക്കും, തൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കും. എനിക്ക് ആ നല്ല സമയത്തൊന്നും പെണ്ണ് കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്താണ് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതിനുശേഷം സാറ് എല്ലാവിടെയും കാണുകയാണ്. പിന്നെ പാപ്പച്ചൻ പറയണേ, ചിലപ്പോൾ മുകളിൽ ആരെങ്കിലും വരും, താഴെ മാത്രമാണ് സാർക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, മുകളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്ക് ശരിയാകും, അതെനിക്ക് ശരിയാകില്ല എന്നിങ്ങനെ പറയുന്നു. ഒരു പാവം പിടിച്ച സ്ത്രീയെ നമുക്ക് നിർത്താം, വാടകയ്ക്ക് കൊണ്ടുവരാമെന്നെല്ലാം പറയണം കേട്ടോ. JK പറയണ അതൊന്നും ശരിയാവില്ല, അത് പറ്റില്ല പറയാം. അത് കേൾക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, അന്ന് ഒരു കാര്യം ചെയ്യുക, നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് എടുക്കുക, സാറങ്ങ് വാടക കൊടുത്താൽ മതി എന്ന് പറയണം. പിന്നെ സാറേ ഒരു കാര്യം മറക്കരുത്, ഞാൻ സാറിൻ്റെ കൂടെക്കോളാം, സാർക്ക് എന്ത് സഹായത്തിന് വേണമെന്നുണ്ടെങ്കിലും ഞാൻ കൂടിക്കോളാം, എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരും ഒന്നുമില്ല, ഞാൻ സാറിനെ സേവിച്ചുകൊണ്ട് ഇവിടെ നിന്നോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവരിങ്ങനെ ഓരോ റൂമുകളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അർച്ചന തലവേദനയായിട്ട് നേരത്തെ തന്നെ ദീപ്തിയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അർച്ചന വരുന്ന സമയം തന്നെ രമ്യയും മഞ്ജുവും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അർച്ചനയെ കണ്ടത്, ചേച്ചി എന്താ നേരത്തെ വന്നത് എന്നിങ്ങനെ ചോദിക്കും. എനിക്കൊരു ചെറിയ തലവേദനയായിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയും, അയ്യോ ആരുടെയോ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് പറയും, അവർക്കൊരു ബ്രെയിൻ ട്യൂമർ വന്നതാണ്, ചേച്ചിക്ക് മറ്റേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്നെല്ലാം പറയും കേട്ടോ. മഞ്ജുവിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ രമ്യ പറയും, മഞ്ജു നീ സംസാരിക്കുന്നത് കണ്ട, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ അസുഖം വന്ന പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചതാണ് എന്നിങ്ങനെ പറയണേ കേട്ടോ. അതിനുശേഷം പാപ്പച്ചൻ വന്നിരുന്നെന്നും താക്കോല് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ ഒരു വാടകക്കാരൻ വന്നിട്ടുണ്ട് എന്നെല്ലാം പറയണം കേട്ടോ. വാടകക്കാരൻ്റെ കാര്യം ഞാൻ എന്താണെന്നൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾ പോവാം എന്നാലേ പറയും, വേണ്ട നിങ്ങൾ വെച്ച് സംസാരിച്ച് ശരിയാകില്ല എന്ന് പറയണം. അതിനുശേഷം ആവി പിടിക്കണോ ചേച്ചി ചോദിക്കുകയാണ് കേട്ടോ. രമ്യ, ഇല്ല ആവിയൊന്നും പിടിക്കേണ്ട, ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്നിങ്ങനെ പറയണം. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും JK അവിടെ ഓരോ റൂമിൻ്റെയും ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അർച്ചന വരുന്നത്. അർച്ചനയെ കണ്ടത്, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ പാപ്പച്ചൻ പറയും, അർച്ചന മാഡം വന്നോ, ഇതാ അർച്ചന മാഡമാണ്, അർച്ചന മാഡത്തിൻ്റെ അനിയനാണ് പിന്നെ സുമേഷ് പറഞ്ഞിട്ട് വന്നത്, അനന്തൻ അങ്ങനെയാണ് എന്ന് പറയണം കേട്ടോ. അത് കേട്ടത് തന്നെ JK പറയും, ആ ചേച്ചിയുടെ ആങ്ങളമാരാണ് അല്ലേ, ഇന്ന് കാലത്ത് ആരാ ഉള്ളത്, പിന്നെ ഇങ്ങനെ അത്രയും സ്നേഹവും ഇതൊക്കെ ആയിട്ടുള്ള, എന്തായാലും മാഡം ഭാഗ്യവതിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. പാപ്പച്ചൻ ആകെ മൊത്തം സംശയമാണ്, ഇവരെ അറിയോ, ഇവരൊരു അഡ്വക്കേറ്റാണ്, അറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അറിയൊന്നുമില്ല, പക്ഷേ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അഡ്വക്കേറ്റാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന ആകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ. JK പെട്ടെന്ന് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അർച്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല കേട്ടോ. പിന്നീട് എല്ലാവരും കണ്ടതിന് ശേഷം JKയുടെ അടുത്ത് പാപ്പച്ചൻ്റെ നിന്ന് താക്കോല് വാങ്ങിക്കാൻ കേട്ടോ. ഞാൻ വാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയണം. പിന്നീട് JK കാറിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും സംസാരിച്ചോ, പക്ഷേ എനിക്ക് ഈ വീട് വേണം എന്നിങ്ങനെ പറയാണ്. അതേസമയം അർച്ചന പാപ്പച്ചനോട് പറയുമോ, ഇങ്ങനെ ഒരു മാനിനെയാണോ തനിക്ക് കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുക. അതെന്താ പിന്നെ മാഡത്തിന് അറിയുമായിരുന്നോ ചോദിക്കും. പിന്നീട് പാപ്പച്ചനും കയറി പോവുകയാണ് കേട്ടോ. അതേസമയം കാറിൽ കയറിയിട്ട് JK ഇങ്ങനെ ആലോചിക്കുകയാണ്, കരിമടക്കുടിയിൽ നിന്നും അർച്ചനയ്ക്ക് പറ്റിയ സംഭവങ്ങളും ആ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിക്കുമ്പോൾ പാപ്പച്ചൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നേരത്തെ അറിയുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞാനൊരു കേസിൻ്റെ കാര്യത്തിന് പോയതാണ്, അത്രേ തന്നെ എനിക്കറിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഡൗട്ട് തോന്നുകയാണ് കേട്ടോ പാപ്പച്ചന്. അങ്ങനെ പാപ്പച്ചൻ ഭയങ്കര ഡൗട്ടോട് കൂടിയിട്ടാണ് പാപ്പച്ചൻ അനന്തനെ വിളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ കാര്യം എന്തായി ചേച്ചി പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അയാൾക്ക് ഭയങ്കരമായിട്ട് വീട് ഇഷ്ടമായി, അയാൾ താഴെ മോളും എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, വേണമെങ്കിൽ നിങ്ങൾ വീട് കൂട്ടി വാടക പറഞ്ഞോളിൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.
അതേസമയം ചേച്ചി അവിടെ കണ്ടിരുന്നു. ചേച്ചി പറയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓഫീസിലാണ്, വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് ചേച്ചി അയാളെ കണ്ടിരുന്നു, അവർക്ക് മുൻപരിചയമുണ്ട് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ അനന്തം പറയണം, ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ചേച്ചിക്ക് മുൻപരിചയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്നിങ്ങനെ പറയണം. പിന്നീട് അവിടെ എല്ലാവരും വരികയാണ് കേട്ടോ. അതേസമയം അനന്തം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വാടക കരാറിൻ്റെ കാര്യങ്ങൾ എന്തായി, ചേച്ചിക്ക് അയാളെ മുൻപരിചയം ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അനന്തൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്.